പാലക്കാട് തൃത്താല ഒതളൂരിൽ വീട്ടുമുറ്റത്ത് നിന്ന വയോധികയെ തെരുവുനായ ക്രൂരമായി ആക്രമിച്ചു. ഒതളൂർ സ്വദേശി ഭാർഗവിക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. കാലിന്റെ പിൻഭാഗത്തെ മാംസം കടിച്ചു പറിച്ച നിലയിലാണ്. തലയ്ക്കും കൈവിരലുകൾക്കും പരിക്കേറ്റ ഭാർഗവിയെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇബാൽ അറക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഇബാൽ, നേരത്തെ ഒരു വയോധികയെ ഒരു നായ കടിച്ചു കൊന്ന വാർത്ത ഞെട്ടലോടുകൂടിയാണ് നമ്മൾ അറിഞ്ഞത്. ആ നായയ്ക്ക് വിഷബാധ പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ വീണ്ടും ഒരു വയോധികയെ തെരുവുനായ ആക്രമിച്ചു എന്ന വാർത്ത വരുന്നു. സാരമായി പരിക്കേറ്റിട്ടുണ്ടോ ഈ വയോധികയ്ക്ക്? ഇബാൽ, അരുൺകുമാർ, ഇന്ന് വൈകിട്ടാണ് പാലക്കാട് തൃത്താല ഒതളൂരിൽ വെച്ച് ഈ തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നത്. ഒതളൂർ ഇട്ടേക്കാട്ട് വീട്ടിൽ ഭാർഗവി അമ്മ, 73 വയസ്സുകാരിയാണ്. ഈ അമ്മ വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്നു. ഈ സമയത്താണ് ഒരു തെരുവുനായ ഈ വീട്ടുമുറ്റത്തേക്ക് പാഞ്ഞു വരുന്നത്. ഈ അമ്മയുടെ കാലിലാണ് ഈ തെരുവുനായ ആദ്യം ആക്രമിക്കുന്നത്. കാലിന്റെ പിൻഭാഗത്ത് പൂർണ്ണമായും മാംസം കടിച്ചു പറിച്ചു കൊണ്ടുപോയ നിലയിലാണ് ഈ പരിക്കേറ്റിട്ടുള്ളത്. മാത്രമല്ല, ഈ അമ്മയുടെ തലയ്ക്കും കൈവിരലിലും എല്ലാം ഈ തെരുവുനായയുടെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പിന്നീട് നാട്ടുകാർ ഇടപെട്ടാണ് ഈ തെരുവുനായെ മാറ്റി ഈ അമ്മയെ രക്ഷപ്പെടുത്തുന്നത്. സമീപത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഈ അമ്മയുടെ കാലിലെ പരിക്ക് അത് വളരെ ഗുരുതരമാണ് എന്ന് കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഉടൻ തന്നെ ഈ ഭാർഗവി അമ്മയെ ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. കാലിൽ പിൻഭാഗത്ത് പൂർണ്ണമായും മാംസം ഇളകിപ്പോയ നിലയിലാണ് ഉള്ളത്. ഇന്നലെ കപ്പൂർ കുമരനെല്ലൂരിലാണെങ്കിൽ ഇന്നിപ്പോൾ ഇതാ തൃത്താല ഒതളൂർ മേഖലയിലാണ് പാലക്കാട് ഇത്തരത്തിൽ ക്രൂരമായ രീതിയിൽ ഈ തെരുവുനായ ആക്രമണം ഉണ്ടായിട്ടുള്ളത്. നാട്ടുകാർ പലതവണ പരാതി പറഞ്ഞിരുന്നു ഈ തെരുവുനായ ആക്രമണം ചെറുക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന്. പക്ഷേ അത്തരത്തിലൊരു നടപടി ഉണ്ടാവാതെ വന്നതോടുകൂടിയാണ് ഇപ്പോൾ ഇതാ തുടർച്ചയായ മേഖലയിൽ തെരുവുനായ ആക്രമണം ഉണ്ടായിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ഈ തെരുവുനായെ കണ്ടെത്തി ആ തെരുവുനായയ്ക്ക് പേവിഷബാധ ഉണ്ടോ എന്നുൾപ്പെടെ പരിശോധിക്കണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം. കാരണം ഭാർഗവി അമ്മയുടെ കാലിൽ പൂർണ്ണമായും മാംസം നഷ്ടപ്പെട്ടിരിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത്. അത് ഗുരുതരമായിട്ടുള്ള പരിക്കാണ് എന്നുള്ളതാണ് ഡോക്ടർമാർ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ അമ്മയ്ക്ക് കൂടുതൽ ചികിത്സകളും പരിശോധനകളും നടത്തുകയാണ്. വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ആ ചികിത്സ ഉടൻ തന്നെ ലഭ്യമാക്കുമെന്നുള്ളതാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഡോക്ടർമാരും അറിയിച്ചിട്ടുള്ളത്. താങ്ക് യു. ഇബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.